ഇതാണ് നമ്മുടെ ബൈക്ക് ട്ടാ. ഞാൻ വിശ്വസിക്കില്ല. മഹിയായിട്ട് പറഞ്ഞാൽ എന്റെ വാക്ക്. പഴയ ചാക്കും. അപ്പൊ ഇതില് ഈ ഫ്രണ്ടിലെ ഈ ടയറില് ഫുള്ള് തുരുമ്പ് കേറി മൊത്തത്തില് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. തുരുമ്പ് ഫുള്ള് കേറി ആകെ അലമ്പായിരിക്കണം. അപ്പൊ ഇതിനെ നമ്മൾ പെയിന്റ് അടിക്കാൻ വേണ്ടി പോവാണ്. ഈ റിമ്മിൽ മാത്രം പെയിന്റ് അടിക്കാൻ പോവാണ്. അപ്പൊ അതിന് എത്ര ചെലവായി, എത്ര കോസ്റ്റ് ആയി, നമുക്ക് വീട്ടിൽ തന്നെ അത് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 3 സാധനം ആവശ്യമായിട്ടുള്ളൂ. നീ ആള് കൊള്ളാലോടാവേ. ഇത് സ്പ്രേ പെയിന്റ് ആണ്. ഇതിൽ വില ഇട്ടിരിക്കുന്നത് 340 രൂപയാണ്. പക്ഷേ ഇതിന് 150 രൂപ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. 150 രൂപ ആവുള്ളൂ. ഇതാണ് കളർ ഇതിന്റെ. പിന്നെ ഇത് മാസ്കിംഗ് ടേപ്പാണ്. ഇതിന്റെ വില 30 രൂപയാണ് കേട്ടോ. ഇതിന് 30 രൂപ. ഇത് എമർഷൻ പേപ്പർ എന്ന് പറയാം അതിന്. ഇത് 320 ആണ്. ഇതിന് വില വരുന്നത് 15 രൂപയാണ്. അപ്പോൾ ഇത് എത്ര ഉള്ളൂ, ഈ സാധനങ്ങൾ എത്ര ഉള്ളൂ. ഇനി നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഈ പേപ്പറിനെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇതിനിങ്ങനെ രണ്ടാക്കിയിട്ട് മടക്കുക. അങ്ങനെ കറക്റ്റായിട്ട് രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് നമുക്കിതിൻ്റെ പകുതി ഭാഗം മതി. നമ്മൾ ആ മടക്കിയ പേപ്പറിനെ 4 ആക്കി മടക്കിയിട്ട് ഈ തുരുമ്പുള്ള ഭാഗത്തൊക്കെ ഫുള്ള് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഫുള്ള് ഈ തുരുമ്പൊക്കെ ഫുള്ള് എല്ലാ ഭാഗത്തും നന്നായിട്ട് തുരുമ്പ് കളയാൻ വേണ്ടിയിട്ട് വരച്ച് ഫുള്ള് അവിടെയൊക്കെ തുരുമ്പുണ്ട് അവിടെയൊക്കെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുക. എന്റെ അമ്മോ, കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. ഇത് മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേപ്പ് എടുത്തിട്ട് നമ്മൾ ഈ സൈഡ് ഇവിടെയും പിന്നെ ഇവിടെയും പെയിന്റ് അടിക്കുമ്പോൾ ഇവിടെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡ് മൊത്തം ഒട്ടുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും നമ്മൾ ഇതേപോലെ ഒട്ടിയിട്ടുണ്ട് കേട്ടോ. ആണല്ലേ, എല്ലാ സൈഡും ഒട്ടുക. ഇനി ഈ ഒരു ഭാഗത്ത് ഒട്ടാനുണ്ട്. ഇവിടെ ഈ ടയറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഫുള്ള് സൈഡിലിട്ടണം. അത് ഒട്ടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതാണ്ടില്ലേ, ഇതേപോലെ ടയറിൻ്റെ ഈ സൈഡും ആ സൈഡും 2 ഭാഗത്തും ഇതേപോലെ ഇട്ടാൽ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പെയിന്റ് അടിക്കുന്ന സമയത്ത് ടയറിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതവിടെ ചെയ്യണത് കേട്ടോ. ഹലോ. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ആയിട്ടുണ്ട്. ഫുള്ള് എടുക്കണം അടിക്കാൻ. പെയിൻ്റൊക്കെ ഒന്ന് വളർന്നാല ഇത് നമുക്ക് ഇതിൽ നല്ല ഇങ്ങനെ കുറച്ച് വിട്ടിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഒരുപാട് അടുത്തുകൊണ്ട് അടിക്കാണ്ട് കുറച്ച് ഇട്ടിട്ട് അടിച്ചാൽ ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ. ഇതൊക്കെ എന്ത് മൊത്തത്തിൽ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ്ടില്ലേ, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇത് അടിച്ചിട്ടുണ്ട് കേട്ടോ. ആ പെയിന്റ് മൊത്തത്തിൽ ഇതിലേക്ക് മൊത്തം അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സ്റ്റിക്കറൊക്കെ ഒന്ന് എടുത്ത് കളയുമ്പോൾ കാണാൻ നന്നായിട്ടുണ്ടാവും. നോക്കാം, അത് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അത് എടുത്തിട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മുന്നിലെ ടയറിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് ആലോചിച്ച് നമ്മുടെ ബാക്കിലെ ടയറിന് ഇനി ഒരു സങ്കടം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളെന്ത് ചെയ്തേ, ബാക്കിലെ ടയറിനും കൂടി അതേപോലെ ആക്കി. പക്ഷേ വലിയ കേടൊന്നുമില്ല, ഈ ടയറിന് വലിയ കേടൊന്നും കാണില്ല, തുരുമ്പൊന്നും പിടിച്ചിട്ടില്ല, പുതിയ റിമ്മാണ്. എന്നാലും ഇനിയിപ്പോൾ അതിനൊരു സങ്കടം ഉണ്ടാകുന്ന കരുതിയിട്ട് ബാക്കി ഇതിലാണെങ്കിൽ ഇഷ്ടംപോലെ പെയിൻറ്റ് ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് ഇതിൽ അടിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതും കൂടെ അടിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ 2 ടയറും പെയിൻ്റ് അടിച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കും ഫ്രണ്ടും ഒരേ സെയിം കളറായി. ഇനിയും പെയിൻറ്റ് ഒരുപാട് ബാലൻസ് ഉണ്ട്, കുറച്ചായിട്ടുള്ള ഒരു 1/2 ബോട്ടിലായിട്ടുള്ളൂ. ഇനി 1/2 ബോട്ടിൽ ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഒരു കുറച്ച് നേരം വെച്ചപ്പോൾ തന്നെ അത് ഉണങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സൈഡിലെ സ്റ്റിക്കറൊക്കെ ഒന്ന് എടുത്ത് കളയണം. അങ്ങനെ മൊത്തത്തിൽ സ്റ്റിക്കർ ഒഴിവാക്കി കളയാം. അപ്പോൾ നമ്മൾ ആ സ്റ്റിക്കറൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിക്കറൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ ഫൈനൽ ടച്ച് ഇങ്ങനെയായി. ഇനിയിപ്പോൾ ഇതിലൊരു സ്റ്റിക്കർ ഒട്ടാനുണ്ട്. എന്നിട്ട് അല്ല അത്രേ ഉള്ളൂ. ഇതാണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിക്കർ കേട്ടോ. ഇതിൽ ഇത് 100 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. 100 രൂപയാണ് അവർ എൻ്റെ നിന്ന് മേടിച്ചത്. ഇതിൽ 20 എണ്ണം ഉണ്ട്. 20 എണ്ണത്തിന് 100 രൂപയാണ്. അപ്പോൾ ഇതിൽ ഓരോന്ന് ഞങ്ങൾ എടുത്തിട്ട് ഈ വീലിൻ്റെ ഇവിടെ ആയിട്ട് ഈ സൈഡായിട്ട് ഒരു 5 എണ്ണം 5 ഇതിലൊരു 5, അപ്പുറത്തെ സൈഡ് ഒരു 5, അതേപോലെ ബാക്ക് വീലിലും 5 എണ്ണം, ആ ടോട്ടൽ 20 എണ്ണം. 5 ഭാഗത്ത് നമ്മൾ ടേപ്പ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 1 2 3 4 അവിടെ 5. അപ്പോൾ ഈ 5 ഭാഗത്ത് നമ്മൾ ഇതിനകത്ത് നിന്ന് 5 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ കൂട്ടാൻ പോകണം. ഓരോന്ന് വെച്ചിട്ട് തൊട്ടി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മൾ ഈ സ്റ്റിക്കർ ഇതിൽ ഒട്ടിയിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ കണ്ടില്ലേ, 5 എണ്ണം ഒരു സൈഡ് 5 എണ്ണം വെച്ച് ഒട്ടിയിട്ടുണ്ട്. ഇതേപോലെ
ആ ബാക്ക് ടയറിൽ ഒട്ടണം, ആ സൈഡ് ഒട്ടണം. 4 സൈഡും ഇതേപോലെ ഒട്ടുക. ഇതിൽ പെയിന്റ് മൊത്തം കഴിഞ്ഞിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, പെയിന്റിന് അതിൽ കുറേ ഉണ്ട്. ഇതിൽ നമ്മളൊരു 60 രൂപൻ്റെ പെയിന്റ് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള പെയിന്റ് ഇതിനുള്ളിലുണ്ട് ഫുള്ളായിട്ട്. പിന്നെ നമ്മൾ എടുത്ത പേപ്പറിൽ പകുതി എടുത്തിട്ടുള്ളൂ. 15 രൂപൻ്റെ പേപ്പറാണ്. അപ്പോൾ ഒരു 7 രൂപൻ്റെ പേപ്പർ എടുത്തിട്ടുള്ളൂ. ബാക്കി ഇവിടെ ഉണ്ട്, പകുതി ഉണ്ട്. ടേപ്പ് 30 രൂപൻ്റെ ആണ്. അതിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു 22 രൂപൻ്റെ എടുത്തതായിട്ട് കണക്കാക്കാം. ടോട്ടൽ എല്ലാം കൂടെ നോക്കുമ്പോൾ 89 രൂപൻ്റെ അടുത്ത് ഈ മൊത്തം പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവായിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഈ റിമ്മിൽ പെയിന്റ് അടിച്ചത് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയാവും എന്താണെന്ന് എനിക്കറിയില്ല. എങ്ങനെ ഒരു 500 രൂപൻ്റെ മേലെ എന്തായാലും ആവുമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ചിലവായത് വെറും 89 രൂപ മാത്രമേ ഇതിന് ചിലവായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.